ഹായ് ഗായ്സ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുണിന്റെ മകളുടെ സ്കൂൾ ഡ്രൈവർ വന്നിട്ടില്ല. വണ്ടിയാണെങ്കിൽ വർക്ക്ഷോപ്പിലാണ്. അവളെ സ്കൂളിൽ കൊണ്ടാക്കണമെന്ന് ഹേമ പറയുമ്പോൾ രാജീവൻ സുധീഷിനെ തന്നെ ഡ്രൈവർ എന്ന് വിളിച്ച് ആ ജോലി ഏൽപ്പിക്കുന്നു. സുധീഷിനോട് വീണ്ടും ദേഷ്യത്തോടെയും അഹങ്കാരത്തോടെയും വെല്ലുവിളിക്കുന്നുണ്ട് രാജീവൻ. സുധീഷിനോട് പറയുന്നത്, എന്നെ വെല്ലുവിളിച്ചിട്ട് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ഡ്രൈവറാക്കി. നീ നോക്കിക്കോടാ, അധികം വൈകാതെ നിധി തന്നെ നിന്നോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയും എന്ന് പറയുമ്പോൾ സുധീഷിന് ഒന്നും പറയാൻ കിട്ടുന്നില്ല. പിന്നീട് നീതു വേറൊരു ബൈക്കുമായി ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വരുന്നു. നീതുവിനെ കണ്ടതും കൂടെയുണ്ടായിരുന്നവർ സ്ഥലം വിട്ടു. നീതു ഹരീഷിന്റെ അടുക്കൽ വന്ന്, നീ എന്നോട് ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നിന്നെ വിശ്വസിക്കാമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞ് നീതു ബൈക്ക് എടുത്തു പോയി. പുറകെ സ്വപ്നം കണ്ടുകൊണ്ട് ഹരീഷും. അതിനുശേഷം നിധിയുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ രാജീവൻ സ്വാഭാവികമായി പറഞ്ഞു തുടങ്ങി, ഇവിടത്തെ എല്ലാ ബിസിനസ്സും നടത്തിക്കൊണ്ടു പോകാൻ ഞാനും വരുണും പാടുപെടുകയാണ്. എന്തെങ്കിലുമൊക്കെ സുധീഷിന് ചെയ്തുകൂടെ? ഇവിടെ തന്നെ താമസിച്ച് അതങ്ങ് ചെയ്യാലോ എന്ന് പറയുമ്പോൾ സുധീഷിന് കാര്യം പിടികിട്ടി. പിന്നീട് സുധീഷ് ഇല്ലാത്തപ്പോൾ നിധിയോട് ഹേമയും വരുണും രാജീവനും സംസാരിക്കാൻ വിളിക്കുന്നു. രാജീവൻ നിധിയോട് പറയുന്നത്, ഇതിനെല്ലാം കാരണം ഞാനാണ്. ആ സൂര്യയെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കരുതായിരുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന്. നിധി വിചാരിക്കുന്നത് അച്ഛൻ തീർത്തും മാറി ചെയ്തു പോയതോർത്ത് ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ ഉദ്ദേശം വേറെയാണ് എന്ന് വഴിയെ മനസ്സിലാക്കിക്കൊള്ളും. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.